ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ 1-ാം തീയതിനെ പറ്റിയാണ്. പല ആൾക്കാരും ഒരു മാസത്തിൻ്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ, അതായത് 1-ാം തീയതി എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും പല തരത്തിലുള്ള വിചാരമാണ് ഉള്ളത്. ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ 1-ാം തീയതി തൊട്ട് നമ്മൾ ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 1-ാം തീയതി തൊട്ട് ഞാൻ ഇനി കുടിക്കില്ല, അല്ലെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കില്ല, അല്ലെങ്കിൽ ഞാൻ മോശപ്പെട്ട പ്രവർത്തികൾ ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല. മറ്റു പല ആൾക്കാരുണ്ട് ഈ 1-ാം തീയതി ആശ്രയിച്ച് പല കാര്യങ്ങളും തീരുമാനിക്കുന്ന കാര്യം. ശരിക്കും പറഞ്ഞാൽ ഈ 1-ാം തീയതി എന്ന് പറയുന്ന സമയത്ത്, അതായത് നമ്മുടെ മാസത്തിന്റെ സ്റ്റാർട്ടിങ്, ഇന്നിപ്പോൾ ആഗസ്റ്റ് 1 അപ്പോൾ ഈ മാസത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ 1-ാം തീയതി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഉണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഹാർദമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാട്ടിലൊക്കെ പല സ്ഥലത്തും മഴയാണ്. കണ്ണൂരിപ്പം ഒരു 1-2 ദിവസമായിട്ട് മഴ കുറവാണ്. രാവിലെ ഒന്നും മഴയൊന്നുമില്ല, നല്ല വെയിൽ തന്നെയാണ്. പുലർച്ചെ മറ്റോ കുറച്ച് മഴയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ സ്ഥലത്തും നല്ല സേഫായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ, അതായത് ഇപ്പം വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അതായത് മദ്യപാനം അല്ലെങ്കിൽ ലഹരിയുമായിട്ട് മറ്റ് സിഗരറ്റ് അങ്ങനെയുള്ള പല ഉപയോഗമുള്ള പല ആൾക്കാരും ഉണ്ട്. അവർ തന്നെ കൂട്ടുകാർക്കിടയിലൊക്കെ അവർ തന്നെ തീരുമാനിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതായത് ഇപ്പം ന്യൂ ഇയർ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ തീരുമാനിക്കുന്നു, ഞാൻ ഈ മാസം 1-ാം തീയതി തൊട്ട് ഞാൻ കുടിക്കില്ല. പല സംഭവങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം രാവിലെയൊക്കെ എണീച്ച് നമ്മളിപ്പം ജിമ്മിനോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഓടാനൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരും തീരുമാനിക്കുന്നത് എപ്പോഴാണ്? മാസത്തിന്റെ ഫസ്റ്റ് ആണ്. അതായത് നമുക്ക് 1-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് പറയും, നമുക്ക് രാവിലെ എണീച്ച് നമുക്ക് ഓടാൻ പോകാം, അല്ലെങ്കിൽ നമുക്ക് രാവിലെ എണീച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് തന്നെ പറയും, നമുക്ക് 1-ാം തീയതി തൊട്ട് ചെയ്യാം, ഈ മാസം ഏതാണ്ട് പകുതിയായില്ലേ, നമുക്ക് അടുത്ത മാസം 1-ാം തീയതി തൊട്ട് ചെയ്യാമെന്ന് പറയും. എന്നാൽ ഈ 1-ാം തീയതി എന്ന് പറയുന്ന സംഭവത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നമ്മൾ അന്നന്ന് ചെയ്യുന്ന ജോലി നമ്മൾ പിന്നേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് ആ ഒരു ജോലി പോയിട്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പം എന്തൊരു ചെറിയ കാര്യം ആയിക്കോട്ടെ, ഇപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യം, രാവിലെ നമ്മളിപ്പോൾ ജിമ്മിന് വർക്കൗട്ട് പോകുന്ന കാര്യം പോലും അല്ലെങ്കിൽ ജിമ്മിൽ ചേരുന്ന കാര്യം പോലും ചില ആൾക്കാർ 1-ാം തീയതിയിലോട്ട് മാറ്റി വെക്കും. ഈ 1-ാം തീയതി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാകുക? അന്ന് പോകണമല്ലോ എന്നുള്ളൊരു ഒരാശങ്ക ഉണ്ടാവും. ഇനിയിപ്പോൾ അന്ന് പോയി എന്ന് തന്നെ ഇരിക്കട്ടെ, തുടർന്ന് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാവുക. കാരണം നിങ്ങൾ ഒരുപാട് ദിവസം മാറ്റി വെച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് എന്താ പറയുക ഡിപ്രഷൻ അടിച്ചാണ് നിങ്ങൾ പോകുന്നത്. അങ്ങനെ പോയിട്ടുള്ള പല ആൾക്കാരും ബേസിക്കലി ഒരുപാട് ആൾക്കാർ നല്ല ഗ്രോത്തിങ്ങിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയല്ല, ഭൂരിപക്ഷം ഞാൻ കണ്ടതിലും വെച്ചിട്ടുള്ള ആൾക്കാർ ഡ്രോപ്പ് ചെയ്യുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുവരെ. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ മനസ്സിലാക്കണ്ടൂ. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുന്നു, നമ്മൾ രാവിലെ എണീച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ പണിക്ക് പോകാത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ രാവിലെ എണീച്ച് ജോലിക്ക് പോകാൻ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രവൃത്തി നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് ഓൺ ദ സ്പോട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി ഇപ്പം മാസത്തിന്റെ അവസാനമോ അല്ലെങ്കിൽ മാസത്തിന്റെ സ്റ്റാർട്ടിങ്ങോ വരെയൊന്നും നിങ്ങൾ കാത്തു നിൽക്കേണ്ട ഒരാവശ്യവും നിങ്ങൾക്ക് വരുന്നില്ല. അതൊക്കെ വലിയ രീതിയിലുള്ള തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ആ പ്രോസസ്സിനെ നമ്മൾ ഒരുപാട് വൈകിപ്പിച്ച് ലാഗടിപ്പിച്ചത് കൊണ്ട് നമുക്കിവിടെ ഒരു നേട്ടവും ഇല്ല. പിന്നെ ഈ മാസത്തിന്റെ ഫസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഒരു പ്രത്യേക ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ മനുഷ്യന്മാരാണ് കൊല്ലങ്ങളും അതുപോലെ തന്നെ മാസങ്ങളൊക്കെ നമ്മൾ ഒരു പേരാക്കി നമ്മൾ വിളിക്കുന്നതേ ഉള്ളൂ. പ്രത്യേക ഡേയ്സ് അല്ലെങ്കിൽ പ്രത്യേക ഒരു സംഭവം അതിനൊന്നും ഒരു എന്താ പറയുക ഒരു വലിയൊരു സംഭവങ്ങളൊന്നും സത്യം പറഞ്ഞാലില്ല. നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മളുടെ എന്താ പറയുക നമ്മുടെ മനസ്സിനെ നമ്മൾ ശക്തിപ്പെടുത്തി അതിനുവേണ്ടി പ്രാപ്തരായി നമുക്ക് കഴിയുന്ന നമ്മുടെ കഴിവ് ഉപയോഗിച്ച് പരമാവധി ഫോഴ്സിൽ നമ്മൾ അത് ചെയ്തെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു കാരണവശാലും നാളെ ചെയ്യാം, 1-ാം തീയതി പോയിട്ട് നിങ്ങൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം എനിക്ക് അറിയുന്ന ഒരു സുഹൃത്തുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ, അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്കറിയാം യൂട്യൂബ് ചാനൽ റീച്ച് ആക്കി കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. അതിപ്പോൾ ഏത് ജോലിയായാലും ശരി അതിൻ്റെതായിട്ടുള്ള മെനക്കേട് എല്ലാ ജോലിയിലും ഉണ്ട്. പക്ഷേ ഒരു ജിമെയിൽ ഉപയോഗിച്ച് ഒരു ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. റീച്ച് ആക്കാനും അല്ലെങ്കിൽ അതിലിപ്പോൾ മോണിറ്റൈസേഷൻ ആയി നിങ്ങൾക്ക് ഒരുപാട് രീതിയിലുള്ള ഫണ്ടൊക്കെ നിങ്ങൾക്ക് വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു ജിമെയിൽ ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് തുടങ്ങാൻ 1-ാം തീയതി ആവട്ടെ എന്നാണ് പറഞ്ഞത്.
ഇപ്പം ഏതാണ്ട് 7 മാസത്തോളമായി. 7 മാസം കഴിഞ്ഞു, 8ാമത്തെ മാസമാണിത്. ഈ ഒരു സമയമായിട്ടും ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മളൊരു പ്രത്യേക ദിവസം വെക്കുന്നത് കൊണ്ടാണ്. അതേസമയത്ത് അവനിപ്പോൾ ഇന്ന് തുടങ്ങണം എന്ന് വിചാരിച്ച് അവൻ ഇന്ന് തന്നെ തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ വീഡിയോസ് ചെയ്തു തുടങ്ങി അവൻ്റെ ചാനലൊക്കെ റീച്ചായി പോയേനെ. അല്ലെങ്കിൽ റീച്ച് ആവുന്നതും റീച്ച് ആവാത്തതും ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക, നമ്മുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും, നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞത് ഒരു എക്സാമ്പിളാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ചിലപ്പോൾ രാവിലെ പഠിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം പല ആൾക്കാർക്കും പലതരത്തിലുള്ള റീസൺ ആയിരിക്കും. എന്ത് റീസൺ ആയിക്കോട്ടെ, അതിന് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താ പറയുക, എപ്പോഴാണോ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം അത് കൂടുതൽ വൈകിപ്പിക്കാതെ ഇന്ന് തന്നെ ആണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക. തെറ്റുകളും അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പുറകോട്ട് വലികളും ജീവിതത്തിൽ പരസ്പരം എന്തായാലും നടക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടൊന്നും ആരുടെ ഭാഗത്തുനിന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു പ്രോസസ്സ് നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പിടിക്കരുത്. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ എടുത്ത തീരുമാനവും നിങ്ങൾ നിഷേധിക്കാൻ പാടില്ല. പല ആൾക്കാരുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഐഡിയാസിൽ നമ്മൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ ഒരു മനോഭാവം നിങ്ങളോട് പറയും. നിങ്ങൾ അവർ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ആ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോ ആൾക്കാർക്കും ഓരോ ടൈപ്പിലുള്ള കാഴ്ചപ്പാടുണ്ട്. ഇപ്പം അതിനനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുക. ഈ പറയുന്ന വ്യക്തി തന്നെ ചിലപ്പോൾ അവരെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ അവർ എതിർക്കും അതിന്. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ തീരുമാനിക്കണം, ഞാനൊരു പ്രവൃത്തി ഞാൻ പോണു, അത് ഞാൻ ചെയ്യും, ഞാൻ ചെയ്ത് വിജയിക്കും. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ഏതൊരു രീതിയിലും എന്നെക്കൊണ്ട് പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റും എന്ന് കരുതിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പറ്റുന്നതും പറ്റാത്തതും ഓക്കെ, സാരമില്ല, നമ്മൾ ശ്രമിച്ചിട്ട് എഫേർട്ട് എടുത്തിട്ട് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ. പക്ഷേ ഈ ലോകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ കഠിനപ്പെട്ട സംഭവങ്ങൾക്കും നമുക്ക് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ മലയാളമാണ്. അതിപ്പോൾ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, തുടക്കത്തിൽ നമുക്ക് പറ്റും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ആത്മബന്ധമാണ് നമുക്ക് ആദ്യം വേണ്ടത്. എന്ത് കാര്യം ആയിക്കോട്ടെ നമ്മൾ സ്നേഹിക്കണം. നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായമല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ അഭിപ്രായമല്ല, നമ്മുടെ മൈൻഡിൽ നമുക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു സംഭവമായിട്ട് നമ്മൾ നല്ല രീതിക്കുള്ള ഒരു സ്നേഹബന്ധം നമ്മൾ നിലനിർത്തണം. ഈ കാമുകിയോട് മാത്രം നിലനിർത്തിയിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തിയോടും നമ്മൾ നിലനിർത്തിയാലേ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പല ആൾക്കാരും ഇപ്പോൾ ചെയ്യുന്നത് കാമുകിയോട് മാത്രമായിട്ടാണ് ബന്ധം പുലർത്തുന്നത് അല്ലെങ്കിൽ സ്നേഹബന്ധം പുലർത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക,